ഇടിയൻ ചന്തു അടിപൊളിയല്ല, ഇടിപൊളി ചിത്രം എന്ന് തന്നെ പറയണം. അതേ മാത്രമുള്ള ഇടിയാണ് നമ്മുടെ വിക്രഹൻ ചെയ്ത ആ ഒരു സംവിധാനം മികവ് സ്റ്റണ്ടിൻ്റെ സൂപ്പറായിട്ട് അത് നമുക്ക് ആസ്വദിക്കാൻ തന്നെ പറ്റി തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ണികൃഷ്ണനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോണി ആൻ്റണി ചേട്ടൻ്റെ മകനായിട്ട് ചെയ്ത ഒരു കഥാപാത്രം. അങ്ങനത്തെ ആളുകൾക്കൊക്കെ അവസരം കൊടുത്ത് സംവിധായകനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കയ്യടി തന്നെ കൊടുത്തു. ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ആർട്ടിസ്റ്റുകളും ചേർന്നപ്പോൾ തീർച്ചയായിട്ടും ഇടിയുടെ ഒരു അമിട്ടി തന്നെയാണ് തിയേറ്ററിൽ സൃഷ്ടിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രം മെഗാ ഹിറ്റ് ആവുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇനി ശ്രീനിവാസൻ പാടിയ പാട്ടാണ്, നല്ല രസമായ ഒരു പാട്ടാണ്, അത് ഹിറ്റാവുന്നത്. പാട്ട് നല്ല ഗംഭീര പാട്ടാണ്. പിന്നെ മാർഗം കളിക്ക് ശേഷം ശ്രീധരൻ്റെ മാർപ്പാപ്പ തുടങ്ങിയ സിനിമകൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവുള്ളൊരു സിനിമയാണ് ഇടിയൻ ചന്തു. ഗംഭീരം. പുതിയൊരു ട്രെൻഡ് സെറ്റർ എന്ന് തന്നെ പറയാം. ഒരു കംബാക്ക് എന്ന എല്ലാവിധ ചേരുവകളുണ്ട്. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. എല്ലാവിധ ഒരു ഫൺ പാക്ഡ് എന്റർടൈൻമെന്റ് ആണ്. സാധാരണ ഒമ്മരക്കെ പോലത്തെ ആളുകളൊക്കെ ഇതുപോലെ സിനിമകൾ ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ശ്രീത്ത് വിജയൻ ചേട്ടൻ കുട്ടണ മാർഗം നമ്മുടെ മാർഗങ്ങളിൽ നമ്മുടെ ബിബിൻ ജോർജ് ചേട്ടനായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല ഇതിൽ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ പീറ്റർ ഹെയിൻ്റെ ഫൈറ്റ് ഫൈറ്റ് രംഗങ്ങളൊക്കെ ഉണ്ട്. ഗംഭീര ഫൈറ്റ് എളുപ്പമായിരുന്നു വെച്ചാൽ കരാട്ടെ അതിൻ്റെ കുറച്ച് സീക്വൻസിന് വേണ്ടി ഞാൻ ട്രെയിനിങ് ചെയ്തിരുന്നു. അപ്പോൾ അത് വർക്കൗട്ട് ആയി എന്ന് വിചാരിക്കുന്നു.